ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷം ഭൂമിയിൽ ഭരിക്കുന്നുള്ള ആ സന്ദർഭത്തിൽ ആ 40 വർഷക്കാലത്തിനിടയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹിതനാകും, അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുമെന്നെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടും. അതായത് സാധാരണ മരണം. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഒരാൾ ഒരിക്കലും 2 തവണ മരണപ്പെടില്ല. അവിടെയാണ്, ആ ഒരു പോയിന്റിലാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത്. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി അദ്ദേഹത്തെ ജനാസ കുളിപ്പിക്കുക. അതിനുശേഷം മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ മീതെ ജനാസ നമസ്കരിക്കുക എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ, ആ റിപ്പോർട്ടിന്റെ ആധികാരികത വേണ്ടത്ര പരിശോധിച്ചിട്ടില്ല, പക്ഷേ ചില റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലായിരിക്കും ഖബറടക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സുഗന്ധമുള്ള ബഅസല്ലാഹു റീഹൻ, ഒരു സുഗന്ധമുള്ള ഒരു കാറ്റ് ഭൂമിയിലേക്ക് അയക്കും. ആ കാറ്റ് ഭൂമിയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളായിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും, അതായത് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ മുഴുവൻ മരണപ്പെടും. ആ ഒരു കാറ്റ് വരുന്ന സന്ദർഭത്തിൽ മരണപ്പെടും. അതിനുശേഷം ദുഷ്ടജനങ്ങൾ, ഷിറാറന്നാസ്, ദുഷ്ടമായിട്ടുള്ള, അതായത് വളരെ മോശമായിട്ടുള്ള ജനങ്ങൾ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. അതായത് അവരെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഴുതകളെ പോലെ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് ഭൂമിയിൽ ഉണ്ടാകും. അവസാനമായിട്ട് ഫഅലൈഹിം തഖൂമുസ്സഅ, അവരുടെ മീതെയാണ് അവസാനം അന്ത്യദിനം സംഭവിക്കുക. ഇതാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്. ഈ രൂപത്തിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണം സംഭവിക്കുക. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണപ്പെടുന്ന ഹദീസ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം, മുഴുനീള ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ദാലിക ഈസാ ഇബ്നു മറിയം ഖൗലൽ ഹഖ്ഖിൽ ലദീ ഫീഹി യുംതറൂൻ, അതാണ് മറിയമിന്റെ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു അല്ലെങ്കിൽ മറിയമിന്റെ മകൻ ഈസയുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രം ഇതാണ്. നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ പറഞ്ഞു, മാകാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്, ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർന്ന പണിയല്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള ആരോപണം അള്ളാഹുവിന്റെ മീതെ നിങ്ങൾ പറയരുത്. കാരണം സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആരാധ്യനായിട്ടുള്ള ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള പാത. അതിൽ നിന്നും വ്യതിചലിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമാക്കി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രാർത്ഥിച്ച ആളുകളെ അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാനന്തര ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അവരെ തള്ളിക്കളയുന്ന ആ ഭയാനകരമായിട്ടുള്ള രംഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓൾറെഡി നൽകിയെന്നുള്ള ആ ചിത്രം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗം 116-ാമത്തെ വചനത്തിൽ മരണാനന്തര ജീവിതത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് അവിടെ വിചാരണ ചെയ്യുന്ന ആ ചിത്രം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇദ ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, നിന്നെയും എന്നെ വിട്ട് നിന്നെയും അതേപോലെ തന്നെ നിന്റെ മാതാവിനെയും ദൈവമാക്കാൻ നീയായിരുന്നോ ഇവരോട് കൽപ്പിച്ചത്? ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് തന്റെ അനുയായികളെ, അതായത് തെറ്റിദ്ധരിക്കപ്പെട്ട തന്റെ അനുയായികളെ മുഴുവനായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തള്ളിക്കളയുന്ന ഭീകരമായിട്ടുള്ള ചിത്രം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഖാല സുബ്ഹാനക്, ഓ അല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് അവരോട് കൽപ്പിക്കുക? ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതുഹു, ഞാൻ ആ രൂപത്തിൽ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അത് അറിയുമായിരുന്നല്ലോ. കാരണം ലോകത്തുള്ള സർവ്വതിനും സാക്ഷിയാണ് നീ. കാരണം എന്റെ ഹൃദയത്തിലുള്ള മന്ത്രങ്ങൾ വരെ അറിയുന്നവനാണ് നീ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി, ഓ അല്ലാഹ്, നീ എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ജീവിതകാലത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുക. അതാണ് ഞാൻ അവരോട് കൽപ്പിച്ചത്. അതിനപ്പുറം, അതായത് എന്റെ കർത്താവിനെയും നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള അവനെ ആരാധിക്കുക എന്നുള്ള കൽപ്പന മാത്രമാണ് എന്റെ ജീവിതകാലത്തുടനീളം ഞാൻ അവർക്ക് നൽകിയത്.
വകുന്തു അലൈഹിം ഷഹീദൻ മാദുംതു ഫീഹിം, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലെല്ലാം നീ എന്റെ മീതെ സാക്ഷിയാണ്. എന്നെ നീ തിരിച്ചെടുത്തപ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നെ നീ തിരിച്ചെടുത്ത സന്ദർഭത്തിൽ പിന്നീട് നീയാണ് അതിന് സാക്ഷി. ഓ അല്ലാഹ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടതിന് ശേഷം ഇവിടെ സംഭവിച്ചതിനൊന്നും ഞാൻ സാക്ഷിയല്ലെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം അനുയായികളെ തള്ളിക്കളയുന്ന ഭീകരമായിട്ടൊരു രംഗം പരിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സമാനമായിട്ട് നമ്മൾ ഇന്നുള്ള നിലവിലുള്ള ബൈബിളിൽ പോലും അതിന് സമാനം അതേ രൂപത്തിലുള്ള ഒരു രംഗം അവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെന്നൊരു വലിയ അത്ഭുതമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിലെ 22 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതായത് അന്നത്തെ ദിവസം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെയും നൽകുന്ന സൂചന, അവിടെ വെച്ച് കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അന്നാളിൽ, അതായത് യൗമുൽ ഖിയാമയിൽ എന്നോട് പല ആളുകളും, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ആളുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിട്ടുള്ള ആളുകളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത്, ശത്രുക്കളെ സംബന്ധിച്ചല്ല. ആ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു അവരോട് പറയും, അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് നിങ്ങൾ പോകുക. ചിന്തിച്ചു നോക്കുന്നത് ബൈബിളിലുള്ള വചനാണ്. അധർമ്മം പ്രവർത്തിച്ചവരെ, നമുക്ക് ഇന്ന ശിർക്കൽ അൽമുൻ അലീം, ഏറ്റവും വലിയ അധർമ്മം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ ആരാധിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധ്യ പുരുഷനാക്കിയതിനേക്കാൾ ഏറ്റവും വലിയ അധർമ്മം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ട് പോകുവിനെന്ന് ഞാൻ അവരോട് തീർത്ത് പറയുമെന്നുള്ളതാണ്. ഈ രൂപത്തിൽ അനുയായികളെ, അതായത് സ്വന്തം അനുയായികളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളെ തള്ളിക്കളയുന്ന ഒരു ഭീകര രംഗാണ് ബൈബിളും ഖുർആനും ഒരേ രൂപത്തിൽ വിവരിക്കുന്നത്. ചിന്തിക്കുക, യഥാർത്ഥ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പാതയിലേക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ള. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് ക്രിസ്ത്യാനി എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നതെങ്കിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ. പ്രത്യേകം ആ പോയിന്റ് ഞാൻ ആവർത്തിക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനെയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിവക്ഷിക്കുന്നതെങ്കിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളാണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലായി. യേശുവിന്റെ, കാരണം യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുക്രിസ്തു പഠിപ്പിച്ച ആ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് സംരക്ഷിക്കപ്പെട്ടത്. ആ ഒരു പാതയിലേക്കാണ് ഇവിടെയുള്ള ക്രൈസ്തവർ തിരിച്ചു വരേണ്ടത്. യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. ഓ വേദക്കാരെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ യോജിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക, അല്ലെങ്കിൽ കർത്താവായിട്ടുള്ള യഹോവയെ, ഏകദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ള തത്വത്തിലേക്ക് നിങ്ങൾ മടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആ ജനവിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ.